ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ണുകൾ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ചൈനയിൽ വികസിപ്പിച്ചെടുത്ത PL-15 എയർ ടു എയർ മിസൈലാണ് ലോകത്തിന് ഇന്ത്യയോടുള്ള താല്പര്യം ഇത്രയങ്ങ് വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലാണിത്. എന്നാൽ ഇന്ത്യൻ സൈന്യം ആക്രമണം തടയുകയും മിസൈൽ തരിപ്പണമാക്കുകയും ചെയ്തു. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന ഹൈവ് ഐസ് ഇന്റലിജൻസ് അലയൻസ് അതിന്റെ അവശിഷ്ടങ്ങൾക്കായി തിരയുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ രാജ്യങ്ങൾ ഈ അവശിഷ്ടങ്ങൾ ഗവേഷണം ചെയ്യാനുള്ള നീക്കത്തിലാണ്. മെയ് 6 മുതൽ മെയ് 10 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന സംഘർഷത്തിനിടെ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് PL-15 മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ചൈനയിൽ നിന്ന് ലഭിച്ച J-10C, JF-17 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് PL-15E മിസൈലുകൾ വിക്ഷേപിച്ചെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആയുധ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ചൈനയുടെ എതിരാളികളായ രാജ്യങ്ങൾ ഈ മിസൈലിനെ ഒരു നിധിയായി കാണുകയും ഇന്ത്യയിൽ നിന്ന് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ചൈനയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ ഒരു നിർണായക ഭാഗമാണ് PL-15 മിസൈൽ. 2015 മുതൽ 2017 വരെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് PL-15 ഉപയോഗിച്ചിരുന്നു. കയറ്റുമതി ചെയ്യുന്ന PL-15E 2021 സുഹായ് എയർ ഷോയിലാണ് അവതരിപ്പിച്ചത്. PL-15നേക്കാൾ കുറഞ്ഞ ദൂരപരിധിയാണ് PL-15E മിസൈലുകൾക്കുള്ളത്. അമേരിക്കയുടെ AIM-120D യൂറോപ്പിന്റെ MBDA മെറ്റീരിയൽ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനായാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്.